2024 CMC അഥവാ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലെ MBBSൻ്റെയും അതേപോലെ BSc നേഴ്സിങ്ങിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സസിൻ്റെയും ഒക്കെ അപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ CMCയുടെ സൈറ്റിൽ നിങ്ങൾക്കിത് മൂന്ന് ഇൻഫർമേഷൻ ബുള്ളറ്റിനായിട്ടാണ്, അതായത് BSc നേഴ്സിംഗ് ചിറ്റൂർ ക്യാമ്പസിൻ്റേത് വേറെ, അതേപോലെ BSc നേഴ്സിങ്ങും അലൈഡ് ഹെൽത്ത് സയൻസ് അതായത് പാരാമെഡിക്കൽ കോഴ്സസും മറ്റൊരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ, MBBSൻ്റേത് മറ്റൊന്ന്. അങ്ങനെ 3 ഇൻഫർമേഷൻ ബുള്ളറ്റിനായിട്ട് സെപ്പറേറ്റ് ആണ്. ഞാൻ ഈ മൂന്നിലെയും മെയിൻ കാര്യങ്ങൾ മാത്രം ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അതിലാദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റുകൾ, അതായത് റെക്കമെൻഡേഷനുള്ള കുട്ടികൾക്ക് അവരുടെ റെക്കമെൻഡേഷൻ ലെറ്ററും, ചെലാൻ വഴി ഫീ അടയ്ക്കുന്ന കുട്ടികൾക്ക് അവരുടെ ചെലാനുമൊക്കെ അയക്കാനുള്ള അഡ്രസ്സ് ഇതാണ്. രജിസ്ട്രാർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്, വെല്ലൂർ, തമിഴ്നാട് എന്നുള്ള ഈ അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത്. അതേപോലെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട, ഓൺലൈനിൽ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് admission.cmcvellur.ac.in എന്നുള്ള സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിൽ ആപ്ലിക്കേഷൻ ഫോം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി 8 തുടങ്ങി മാർച്ച് 21 വരെയാണ് സമയം. നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് അവിടെ എത്തിക്കാനുള്ള സമയം മാർച്ച് 25 വരെയാണ്. അതിനു മുമ്പ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് അവിടെ എത്തിച്ചിരിക്കണം. ഇനി മൈനോറിറ്റിയുടെ റെക്കമെൻഡേഷൻ ലെറ്ററൊക്കെ നിങ്ങൾക്ക് ഏപ്രിൽ 11 മുമ്പും അവിടെ എത്തിച്ചിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ ഡേറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റുകളും അവിടെ എത്തിച്ചിരിക്കണം. MBBSന് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക, CMC വെല്ലൂർ MBBSന് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ തമിഴ്നാട് സെലക്ഷൻ കമ്മിറ്റിയുടെ കൗൺസിലിംഗ് പ്രോസസ്സിൽ പങ്കെടുക്കണം. അതായത് tnhealth.org തമിഴ്നാടിൻ്റെ അലോട്ട്മെൻറ്റ് സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അത് കോൾ ഫോർ ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെയും രജിസ്റ്റർ ചെയ്യണം. മാനേജ്മെൻറ്റ് കോട്ടയിൽ രജിസ്റ്റർ ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് സീറ്റ് കിട്ടുക. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നൊപ്പം തമിഴ്നാട്ടിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലും പങ്കെടുക്കണമെന്ന് അർത്ഥം. അതേപോലെ MBBS, BSc നേഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സസ്, അങ്ങനെ കുറേ കോഴ്സസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് മാക്സിമം 7 കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാം. മാക്സിമം MBBS ഉൾപ്പെടെ മാക്സിമം 7 കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ കേരളത്തിൽ ഒറിജിനുള്ള അല്ലെങ്കിൽ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിക്ക് അപ്ലൈ ചെയ്യാവുന്നത് ഇവിടുത്തെ മാനേജ്മെൻറ്റ് കോട്ടയിൽ മാത്രമാണ്. ആ മാനേജ്മെൻറ്റ് കോട്ടയിൽ ഓപ്പൺ സീറ്റിന് അപ്ലൈ ചെയ്യാം. മൈനോറിറ്റി സീറ്റ്, ഈ മൈനോറിറ്റി സീറ്റ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മൈനോറിറ്റിക്ക് മാത്രമാണ്, മറ്റു മൈനോറിറ്റിക്ക് ബാധകമല്ല. ഇപ്പോൾ ക്രിസ്ത്യൻ അല്ലാത്ത മറ്റു കുട്ടികൾക്ക് ഓപ്പൺ കോട്ടയിലേ അപേക്ഷിക്കാൻ പറ്റൂ. ക്രിസ്ത്യൻ മൈനോറിറ്റിക്ക് മൈനോറിറ്റി സീറ്റിന് ഓപ്റ്റ് ചെയ്യാം, ഓപ്പൺ സീറ്റും ഓപ്റ്റ് ചെയ്യാം. പിന്നെ CMC വെല്ലൂർ സ്റ്റാഫ്, CMC വെല്ലൂരെ സ്റ്റാഫിൻ്റെ കോട്ടയാണ്, അവരുടെ കുട്ടികൾക്കുള്ളതാണത്. അതായത് മാനേജ്മെൻറ്റ് കോട്ടയിൽ ഈ 3 രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ: ഓപ്പൺ, മൈനോറിറ്റി കോട്ട, CMC വെല്ലൂർ സ്റ്റാഫ് കോട്ട. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ ബാധകം, ഒന്നോ ഒന്നിലധികമോ കേസുകൾ ബാധകമായി വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കോട്ട് ചെയ്യാവുന്നതാണ്. MBBSന് മാനേജ്മെൻറ്റ് സീറ്റിൽ നോക്കിയാൽ ഓപ്പൺ കോട്ടയിൽ 2 സീറ്റ്, ക്രിസ്ത്യൻ മൈനോറിറ്റിക്ക് 38 സീറ്റ്, CMC വെല്ലൂർ സ്റ്റാഫിൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്ന കുട്ടികൾക്ക് 10 സീറ്റ്. ഇങ്ങനെയാണ് ഓപ്പൺ കോട്ട. ബാക്കി ഈ ഗവൺമെൻറ് സീറ്റിലുള്ള ഈ 50 തമിഴ്നാട് കാൻഡിഡേറ്റ് മാത്രമാണ്. എലിജിബിലിറ്റി നോക്കിയാൽ 31 ഡിസംബർ 2024 17 വയസ്സ് തികഞ്ഞിരിക്കണം. അതാണ് എലിജിബിലിറ്റി. അപ്പർ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടില്ല. അപ്ലിക്കേഷൻ പ്രൊസീജിയർ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ admission.cmcvellur.ac.in എന്നുള്ള സൈറ്റിൽ നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്യണം. ഇതിൽ ഒരു ബേസിക് അഡ്മിനിസ്ട്രേറ്റീവ് ഫീ ആയിട്ട് 1200 രൂപ പേ ചെയ്യണം. ഒരു കോഴ്സിന് 500 രൂപ വീതം നിങ്ങൾ ആഡ് ചെയ്യണം. ഇപ്പോൾ MBBS മാത്രമാണെങ്കിൽ 1200 + 500. അതിന് കൂടെ നിങ്ങൾ BSc നേഴ്സിംഗ് കൂടെ കൊടുത്താൽ വീണ്ടും 500. അതിൽ പാരാമെഡിക്കലിൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്താൽ 500. അങ്ങനെ മാക്സിമം നിങ്ങൾക്ക് 7 കോഴ്സ് എടുക്കാം. ഓരോ കോഴ്സിനും സെപ്പറേറ്റ് 500 കൊടുക്കണം. കോമൺ ആയിട്ട് 1200 രൂപ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഫീയും കൊടുക്കണം. ഈ ഫീ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടില്ല. അപ്പോൾ മാക്സിമം 7 കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അടച്ച ഫീ തിരിച്ച് കിട്ടില്ല. ഇനി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ ICICI ബാങ്കിൻ്റെ ചെലാൻ ഉപയോഗിച്ചും ചെയ്യാം. ചെലാനാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ ചെലാൻ്റെ ഒറിജിനൽ കോപ്പി അയച്ചു കൊടുക്കുകയും വേണം. ചെലാൻ്റെ സ്കാൻഡ് കോപ്പി മെയിലും ചെയ്യണം. അതേപോലെ തന്നെ ബൈ പോസ്റ്റ് നിങ്ങൾ ഈ ചെലാൻ അയക്കുകയും വേണം. ഈ 2 രീതിയിലും ചെയ്യണം. രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഫീ പേയ്മെൻറ്റ് ഇഷ്യൂസോ മറ്റോ വന്നാൽ നിങ്ങൾക്ക് മെയിൽ ചെയ്യേണ്ടത് registrar@cmcvellur.ac.in എന്നുള്ള സൈറ്റിലേക്കാണ്, മെയിൽ അഡ്രസ്സിലേക്കാണ്.
അതേപോലെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്കൊരു വാലിഡ് മെയിൽ ഐ ഡിയും അതേപോലെ ഒരു മൊബൈൽ നമ്പറും ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ പിന്നീടുള്ള എല്ലാ അപ്ഡേറ്റുകൾ വരുന്നതും ആ മൊബൈൽ നമ്പറും ആ മെയിൽ ഐ ഡിയിലുമായിരിക്കും. അതേപോലെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഫോട്ടോഗ്രാഫ് റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ ആയിരിക്കണം. ഫെബ്രുവരി 1-ാം തീയതിക്ക് ശേഷം എടുത്തതായിരിക്കണം. ഒരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം. ജെപെഗ് ഫോർമാറ്റിലായിരിക്കണം. 80 KB കൂടാൻ പാടില്ല. അതേപോലെ സിഗ്നേച്ചറും ജെപെഗ് ഫോർമാറ്റിലായിരിക്കണം. 50 KB കൂടാൻ പാടില്ല. ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽപ്പെട്ട കുട്ടികൾ ഇത് നിങ്ങൾ ബൈ പോസ്റ്റ് അയക്കുകയും വേണം. അതിൻ്റെ ഒറിജിനൽ വേണ്ട, കോപ്പി അയച്ചാൽ മതി. അയക്കേണ്ടത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അഥവാ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. അത് തഹസിൽദാരോട് കിട്ടുന്നതായിരിക്കണം. ഈ തഹസിൽദാരോട് കിട്ടുന്ന ഡോക്യുമെൻ്റ് ഇംഗ്ലീഷിലായിരിക്കണം. ഇംഗ്ലീഷിലല്ലെങ്കിൽ അതിൻ്റെ അറ്റസ്റ്റഡ് ആയിരിക്കുന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അതിൻ്റെ കൂടെ വയ്ക്കണം. ഒറിജിനലും അതായത് കിട്ടിയ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി പ്ലസ് അതിൻ്റെ ട്രാൻസ്ലേഷൻ. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ അപേക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടുക ഇംഗ്ലീഷിലായതുകൊണ്ട് നിങ്ങൾക്ക് അത് തന്നെ അതിൻ്റെ കോപ്പി എടുത്ത് ഉപയോഗിക്കാം. അതേപോലെ മൈനോറിറ്റിക്ക് ശേഷം അല്ലെങ്കിൽ മൈനോറിറ്റി റെക്കമെൻഡേഷൻ ലെറ്ററും നിങ്ങൾ ബൈ പോസ്റ്റ് അയക്കേണ്ടതുണ്ട്. ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ക്ലിയർ ആയിട്ടുള്ളത് അപ്ലോഡ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. പേയ്മെൻറ്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഈ കൺഫർമേഷൻ പേജിൻ്റെ ആ പ്രിൻ്റ് ഔട്ടിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വയ്ക്കുക പിന്നീടുള്ള ആവശ്യങ്ങൾക്ക്. അത് അയക്കേണ്ടതില്ല. അതേസമയം ചലാനായിട്ടാണ് അടച്ചതെങ്കിൽ ചലാനും അതേപോലെ മറ്റ് എൻക്ലോസേഴ്സ് എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്, റെക്കമെൻഡേഷൻ ലെറ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. റെക്കമെൻഡേഷൻ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കോഴ്സ് ചൂസ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ആ സമ്മർ ബുള്ളറ്റിനിൽ ഒരു ഫോമുണ്ട്. ആ ഫോമിൽ ഏതൊക്കെ കോഴ്സാണ് എന്നുള്ളത് റെക്കമെൻഡേഷൻ ലെറ്ററിൽ ടിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒറ്റ റെക്കമെൻഡേഷൻ ഫോമിൽ തന്നെ ഒന്നിലധികം കോഴ്സുകൾ ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആ ഫോം എടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഡേറ്റിനുള്ളിൽ അത് അവിടെ എത്തുകയും വേണം. അതേപോലെ റെക്കമെൻഡേഷനൊപ്പം നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റെക്കമെൻഡേഷൻ ലെറ്റർ ഉണ്ടാവണം. അതേപോലെ പാസ്റ്ററിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അതായത് 10-ൽ അധികം വർഷമായിട്ട്, അതായത് 10-ൽ കുറയാത്ത വർഷങ്ങളോളം ആ ചർച്ചിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത് ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അഫിഡവിറ്റ് കൂടി ഉണ്ടാവണം. അതേപോലെ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ്, ഇതും അതിന് കൂടെ അയക്കാൻ മറക്കരുത്. ഇതൊക്കെ കോപ്പി മതി, ഒറിജിനൽ അയക്കാൻ പറഞ്ഞിട്ടില്ല. MBBS ഫീസ് ഷെഡ്യൂൾ കൂടി ഓർമ്മിപ്പിക്കുന്നു. ആനുവലി അതായത് ഫസ്റ്റ് ഇയറിൻ്റെ ഫീ, ട്യൂഷൻ ഫീ 3000 രൂപയാണ്. അഡ്മിഷൻ ഫീ 16,660 രൂപ. മറ്റു ഫീസുകളെല്ലാം 22,000-നടുത്ത്. വൺ ടൈം യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഫീ 14,000-നടുത്ത്. എല്ലാം കൂടെ ഫസ്റ്റ് ഇയറിൽ 56,330 രൂപയാണ്. ബാക്കി പിന്നീട് അതിൽ അടുത്ത വർഷം തൊട്ട് പിന്നീട് അതിൽ കുറയും. ഈ വൺ ടൈം ഫീ ഒന്നും പിന്നീട് അടയ്ക്കേണ്ടി വരില്ല. പിന്നെ ഹോസ്റ്റൽ ഡെപ്പോസിറ്റ് ചാർജായിട്ട് 10,000 രൂപ ആൺകുട്ടികളും 8,000 രൂപ പെൺകുട്ടികളും. ഫുഡ് എക്സ്പെൻസ് ആയിട്ട് മന്ത്ലി അറൗണ്ട് 8,000 ആൺകുട്ടികൾക്കും 6,000 പെൺകുട്ടികൾക്കും ആവും. ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ഏകദേശം 62ഓളം സഭകളാണ് റെക്കമെൻഡേഷന് അർഹതയുള്ളത്. അതായത് കുട്ടികളെ റെക്കമെൻഡ് ചെയ്യാൻ അർഹതയുള്ളത്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പരിചയമുള്ളത് പറഞ്ഞാൽ CSI മധ്യ കേരള ഡയോസിസ്, അതേപോലെ CSI നോർത്ത് കേരള ഡയോസിസ്, ഇതേപോലെ മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച്, ഇങ്ങനെ ഏകദേശം ഈ ലിസ്റ്റിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് ആ പ്രോസ്പെക്ടസിൽ കാണാം. ഇങ്ങനെ 62ഓളം സഭകൾക്കാണ് ഈ മൈനോറിറ്റി റെക്കമെൻഡേഷൻ ചെയ്യാൻ പറ്റുന്നത് CMCക്ക്. അപ്പോൾ ഇവിടെ നിന്നാണ് റെക്കമെൻഡേഷൻ വേണ്ടത്. ഇനി ഇതേപോലെ BSc നേഴ്സിംഗ്, വെല്ലൂർ ക്യാമ്പസിലും മറ്റും BSc നേഴ്സിംഗ്, അതേപോലെ മറ്റ് അലൈഡ് ഹെൽത്ത് സയൻസ്, പാരാമെഡിക്കൽ കോഴ്സുകൾക്കൊക്കെയുള്ള ആപ്ലിക്കേഷൻ ഫോമിൻ്റെയും ഡേറ്റ് ഇത് തന്നെയാണ്. ഒന്നിച്ച് നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് അപ്ലൈ ചെയ്യാം. ഇതിന് എൻട്രൻസ് എക്സാം ഉണ്ടാവും. ഇതിൻ്റെ എൻട്രൻസ് എക്സാം എന്നാണെന്ന് ചോദിച്ചാൽ മെയ് 14-ാം തീയതിയാണ് എക്സാം. ഡിപ്ലോമ കോഴ്സിൻ്റേത് 14-ാം തീയതി ആഫ്റ്റർനൂണും അതേ ദിവസം രാവിലെ പാരാമെഡിക്കൽ കോഴ്സും BSc നേഴ്സിംഗിൻ്റേതുമാണ്. ഇതിൽ വെല്ലൂർ ടൗണിൻ്റെ അല്ലെങ്കിൽ വെല്ലൂർ ക്യാമ്പസിൻ്റെ BSc നേഴ്സിംഗ് ഉള്ളൂ, ചിറ്റൂരിൻ്റേതില്ല. ചിറ്റൂരിൻ്റേത് നിങ്ങൾ ആന്ധ്രയുടെ എക്സാം എഴുതേണ്ടി വരും. അത് ഞാൻ ഇതിൻ്റെ എൻഡിൽ പറയുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഒന്നിച്ച് അപേക്ഷിക്കാം, പക്ഷേ ഈ എക്സാമുകൾ എഴുതേണ്ടി വരും. MBBSന് മാത്രമാണ് എക്സാം വേണ്ടാത്തത്. ഇതിൽ കോഴ്സ് ഡീറ്റെയിൽ നോക്കിയാൽ കാണാം. BSc നേഴ്സിംഗ് വെല്ലൂർ ക്യാമ്പസിൽ 15 സീറ്റാണ് ഓപ്പൺ സീറ്റ്. അതുപോലെ BOTക്ക് 2 സീറ്റ്, BPTക്ക് 2 സീറ്റ്, MLTക്ക് 2 സീറ്റ്, ഒപ്റ്റോമെട്രിക്ക് 2 സീറ്റ്, അങ്ങനെ പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ ഏകദേശം സീറ്റ് കാണാം. ഫീസ് മന്ത്ലി 2,550 രൂപയൊക്കെയാണ് അപ്രോക്സിമേറ്റ്ലി വരിക. തുടക്കത്തിൽ വൺ ടൈം ഫീ ആയിട്ട് അഡ്മിഷനായിട്ട് 47,500 രൂപയൊക്കെ എറൗണ്ട് വരും. ഈ ഫീസിൻ്റെ കൂടി കാണിച്ചിട്ടുണ്ട്. ഒരുപാട് കോഴ്സ് ഉള്ളത് കൂടി ഞാൻ ആ ഫീസ് മുഴുവൻ പറയുന്നില്ല.
ഇവിടെ ബാക്കി കോഴ്സിൻ്റേതുണ്ട്. മെഡിക്കൽ റെക്കോർഡ് സയൻസ് ഒരു സീറ്റ്, അതേപോലെ ഓഡിയോളജി, സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ഒരു സീറ്റ്. ഇതൊക്കെ ഓപ്പൺ സീറ്റാണ് ഈ സീറ്റുകൾ. അതുപോലെ മൈനോറിറ്റി സീറ്റുകളുണ്ട് 5 വീതം. നിങ്ങൾക്ക് ഈ ലിസ്റ്റ് നോക്കിയാൽ ഓരോ കാറ്റഗറിയിലെയും ഓപ്പൺ സീറ്റും മൈനോറിറ്റി സീറ്റും കാണാം. ഇതിനൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം 7 കോഴ്സുകൾക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓരോ കോഴ്സിനും 500 രൂപ നിങ്ങൾ അഡീഷണൽ പേ ചെയ്യേണ്ടി വരും രജിസ്ട്രേഷനായിട്ട്. കോഴ്സുകൾ ഏകദേശം 21ഓളം കോഴ്സാണ്. ഇവിടെയും അതിൻ്റെ കോഴ്സിൻ്റെ ബാക്കിയുണ്ട്. ഇവിടെ BSc റെസ്പിറേറ്ററി തെറാപ്പി വരെ ഉള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ നോക്കിയാൽ കാണാം. ഇല്ലെങ്കിൽ ആ പ്രോസ്പെക്ടസിൽ അതിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്, നിങ്ങൾ ആ പേജ് എടുത്ത് നോക്കിയാൽ മതിയാവും. ഇതിൽ എക്സാം എവിടെയൊക്കെ ആയിരിക്കും, അതായത് BSc നേഴ്സിംഗിൻ്റെ വെല്ലൂർ ക്യാമ്പസും അതുപോലെ പാരാമെഡിക്കൽ കോഴ്സസിൻ്റെയും ഒക്കെ എക്സാം ഒരുപാട് സെൻറ്ററുകളുണ്ട്. കേരളത്തിലുണ്ടാവുക കോഴിക്കോട് സെൻറ്റർ ഉണ്ടാവും. അതേപോലെ കേരളത്തിൽ സെൻറ്റർ ഉള്ളത് എറണാകുളത്ത് സെൻറ്റർ ഉണ്ടാവും. പിന്നെ കൊല്ലത്ത് സെൻറ്റർ പറഞ്ഞിട്ടുണ്ട്, കോട്ടയത്ത് സെൻറ്റർ പറഞ്ഞിട്ടുണ്ട്, പിന്നീട് ഇതേപോലെ തൃശ്ശൂർ സെൻറ്റർ പറഞ്ഞിട്ടുണ്ട്, തിരുവനന്തപുരത്ത് സെൻറ്റർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലാണ് കേരളത്തിലെ സെൻറ്റർ പറഞ്ഞിരിക്കുന്നത്. കോഴിക്കോട്, എറണാകുളം, കോട്ടയം, തൃശ്ശൂർ, കൊല്ലം, തിരുവനന്തപുരം, ഇത്രയും സെൻറ്ററുകൾ കേരളത്തിൽ BSc നേഴ്സിംഗിന് എക്സാമിനുണ്ടാവും. അതേപോലെ എക്സാം നോക്കുകയാണെങ്കിൽ ഇതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, ഓൺലൈനായിട്ടാണ് നടത്തുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിന് മൂന്നിനൂടെ 180 ക്വസ്റ്റ്യൻ, 60 വീതം 180 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിനുശേഷം ആപ്റ്റിറ്റ്യൂഡ് അസസ്മെൻറ്റ് 120 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇത്രയും ക്വസ്റ്റ്യൻ, അതായത് ഏകദേശം 300 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഓൺലൈനാണ് എക്സാം. അതേപോലെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നിങ്ങൾ CMC ചിറ്റൂർ ക്യാമ്പസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, BSc നേഴ്സിംഗിന് വേണ്ടി ചിറ്റൂർ ക്യാമ്പസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശ് എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമസി കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ള APEA PCET എന്നുള്ള ഈ എക്സാം നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടുത്തെ എലിജിബിലിറ്റി. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ സൈറ്റ് കൂടെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചർ ഫാർമസി കോമൺ എൻട്രൻസ് ടെസ്റ്റ് എഴുതണം. അതിന് ഈ സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും വേണം. ഈ രജിസ്റ്റർ അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ MBBS അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ TN ഹെൽത്തിൽ രജിസ്റ്റർ ചെയ്യണം. BSc നേഴ്സിംഗിനാണെങ്കിൽ അവരുടെ CMCയുടെ എക്സാം എഴുതണം. ചിറ്റൂർ ക്യാമ്പസിലേതാണെങ്കിൽ ആന്ധ്രയുടെ എക്സാം എഴുതണം. ഇങ്ങനെ 3 പാറ്റേൺ വഴിയാണ് CMCയിലെ സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത്. ചിറ്റൂർ ക്യാമ്പസിൽ നേഴ്സിങ്ങിന് 50 സീറ്റുള്ളതിൽ 20 സീറ്റ് ഓപ്പൺ സീറ്റാണ്. ആ 20 സീറ്റിൽ 3 സീറ്റ് ഓപ്പൺ കാറ്റഗറിക്കും, 20 സീറ്റും ഓപ്പൺ അല്ല, 20 സീറ്റ് മാനേജ്മെൻറ്റാണ്. അതിൽ 3 സീറ്റ് ഓപ്പൺ കാറ്റഗറിക്കും, ബാക്കി 17 സീറ്റ് സ്റ്റാഫിനും മൈനോറിറ്റി കോട്ടയ്ക്കുമായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് CMCയുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിന് 3 ഡിഫറൻറ്റ് ഇൻഫർമേഷൻ ബുള്ളറ്റിനാണ്. ആ 3ലെയും കൂടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ നിങ്ങൾക്ക് ആ സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ബാധകം എന്നുള്ളത് നോക്കിയിട്ട് ഡീറ്റെയിൽ അതിൽ അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും ഒരു ഏകദേശ ധാരണ കിട്ടാനുള്ള കാര്യങ്ങൾ ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ എൻ്റെ നമ്പറുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകൾ അറിയുവാൻ SDS അക്കാഡമിക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഈ കാണുന്ന ലിങ്കിൽ അമർത്തുക.